ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും ലോകം മുഴുവന്റെ നമ്മുടെ യോവാനച്ചന് വേണ്ടി ഇപ്പോൾ ഓഫീസിൽ പ്രാർത്ഥിക്കുന്നത് ശംഷാബാദ് ഉപരിയുടെ സഹായമെത്രാൻ അഭിമന്യമാൻ തോമസ് പാടി പിതാവാണ്. ആദരവോടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട ജോമനച്ചൻ്റെ ജീവിതത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. രോഗമാകുന്നതും ആ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളോടെ ഏതാനും വർഷങ്ങൾ പൗരോഹിത്യ യാത്ര ചെയ്യുകയും മനുഷ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുവാനായിട്ട് ചെയ്യുകയും എല്ലാം ചെയ്തു. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം വ്യത്യസ്തമാണ്. നമ്മുടെ മാനുഷികമായിട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ പാതയിൽ യാത്ര ചെയ്യുന്നു. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ദൈവമേ നിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരുത്തു വലം ഭാഗേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതാൽ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവാണ്. സ്നേഹത്തോടെയും ആദരവോടെയും പിതാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഭൂമിയിൽ അനേക സാക്ഷ്യം വഹിച്ച ഈ സഹോദരനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു, പ്രതിയുടെ നാദം പൊങ്ങി മുഴങ്ങി. യാത്ര പറഞ്ഞിനി അകലുന്നു ഞാൻ, വിധിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു. ദൈവിക സന്നിധി അണയുന്നു ഞാൻ, ശാന്തി എനിക്ക് ലഭിച്ചിടുവാനും പ്രാർത്ഥിക്കണമേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.